ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷിബു. ഞാൻ മലബാർ ദേശത്ത് ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താമസം. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 സഹോദരിമാരുമാണുള്ളത്. വീട് ഒരു ചെറിയ വീടാണ്. തൊട്ടടുത്ത് താമസിക്കുന്നത് ഹംസക്കായും ഭാര്യ സുബൈദയുമാണ്. ഇവർക്ക് 3 മക്കളുമുണ്ട്. 3 പേരും കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ വീട്ടിലാണ്. ഇക്കാക്ക് തടിക്കച്ചവടമാണ്. അതുകൊണ്ട് മംഗലാപുരത്തും മറ്റും പോകുന്നത് പതിവാണ്. അതിനാൽ മിക്കവാറും വീട്ടിൽ ആളുണ്ടാവാറില്ല. സുബൈദ വീട്ടിൽ ഒറ്റയ്ക്കായതിനാൽ ഇക്ക എന്നോട് അവിടെ പേടിക്ക് നിൽക്കാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ പാടത്തും തോട്ടിനും വക്കത്തുമൊക്കെയായി കറങ്ങി നടക്കലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സീനൊക്കെ കണ്ട് അങ്ങനെ കളിച്ചു നടക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇക്കയുടെ വീട്ടിൽ പോയി TV കാണുന്നതുമൊക്കെയായിരുന്നു എൻ്റെ ഹോബി. ഇവിടെ ഇത്തമാത്രമുള്ളതിനാൽ സാധനമൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നും ഞാനായിരുന്നു. എനിക്ക് ആ വീട്ടിൽ നല്ല സ്വാതന്ത്ര്യമായിരുന്നു. സുബൈദയ്ക്ക് എന്നെ വലിയ കാര്യവുമാണ്. ഇത്തക്ക് ഒരു 50 വയസ്സിനടുത്ത് കാണും. ഞാൻ അവരെ ഉമ്മ എന്നാണ് വിളിക്കാറ്, പേരിന് മാത്രം എന്ന് ചുരുക്കം. കാരണം എനിക്ക് അവരോടൊരു പ്രത്യേക സ്നേഹമാണ്. 18ാം വയസ്സിൽ ഇക്ക കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം 3 പ്രസവിച്ചു എന്ന് ഞാൻ പലരും പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. ഇക്കാക്ക് ഇപ്പോൾ പ്രായമായതിനാൽ ഇത്താക്ക് ഒന്നും കിട്ടുന്നില്ലെന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ഇത്ത മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമാണ് അലക്കലും കുളിയുമൊക്കെ. വീട് ഒരു വലിയ പറമ്പിലായതുകൊണ്ട് ചില ഭാഗങ്ങൾ കാടുപിടിച്ച് കിടക്കുകയാണ്. അപ്പുറത്തെ പറമ്പിലാണ് ഞങ്ങൾ പിള്ളേർ കളിക്കാറ്. ആ പറമ്പിൽ നിന്ന് നോക്കിയാൽ ഇക്കയുടെ വീടിൻ്റെ പുറകുവശം കാണാം, കിണറും അലക്കുകല്ലും കുളിമുറിയും എല്ലാം. അന്ന് ഞാൻ കളിക്കാൻ കൂടിയില്ല, അവിടെ കളി കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അലക്കുന്ന ശബ്ദം കാതിൽ കേട്ടത്. നോക്കിയപ്പോൾ ഉമ്മയായിരുന്നു. ഒരു ബ്ലൗസും മുണ്ടും ഉടുത്തിട്ടാണ് അലക്കുന്നത്. ഞാൻ അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്ന് അലക്കിയ തുണിയുമായി വീടിൻ്റെ പുറകിലുള്ള അയയിൽ തുണിയിടാൻ പോയി. തുണിയെടുത്ത് മുകളിലിടാൻ അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും അലക്കല്ലിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പിന്നെയും അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരുടെ അലക്കൽ കാണാനും ഒരു പ്രത്യേകതരം ഭംഗിയുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു താളാത്മകമായ രീതിയിലായിരുന്നു ഉമ്മ കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത്. എന്നാൽ പെട്ടെന്നായിരുന്നു ഞാനത് ശ്രദ്ധിച്ചത്. ഞാൻ അവരെ നോക്കുന്നത് അവർ പെട്ടെന്ന് ശ്രദ്ധിച്ചു. എനിക്ക് മനസ്സിലൊരു പേടി തോന്നി. പെട്ടെന്ന് ഉമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. അത് എനിക്കൊരു ഗ്രീൻ സിഗ്നലായി തോന്നി. എന്നും വെള്ളിയാഴ്ചകളിൽ ബീഫും ദിവസങ്ങളിൽ കോഴിയിറച്ചിയുമൊക്കെ കഴിക്കുന്നത് കൊണ്ട് അവർ നല്ല കൊഴുപ്പോടു കൂടിയാണ് ഇരിക്കുന്നത്. അതിന് കാരണം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ഒരു കാര്യമാണ്. പെണ്ണുങ്ങൾക്ക് കോഴിയിറച്ചിയും പോത്തുമൊക്കെ കഴിച്ചാൽ നല്ലപോലെ ശരീരം ഉണ്ടായിരുന്നു അത്രേ. അതെനിക്ക് എൻ്റെ സുബൈദമ്മയുടെ ശരീരത്തിൽ തോന്നാറുണ്ട്. അന്ന് രാത്രിയിൽ പെട്ടെന്ന് മഴ പെയ്തു, കരണ്ടും പോയി. എടാ ഷിബു എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ഉമ്മ ഞാൻ വിളി കേട്ടു. എന്താ ഉമ്മ, നീ വേഗം വീട്ടിലേക്ക് വാ, ആട്ടിൻകൂടിൻ്റെ അവിടെ ഒരു ഷീറ്റ് വെച്ച് കെട്ടണം. ശരി ഉമ്മ, ഞാൻ ഇപ്പോൾ വരാം. പെട്ടെന്ന് ഒരു കൈലി കൊടുത്ത് കുടയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. ഉമ്മ ഞാൻ നീട്ടി വിളിച്ചു. ഞാനിവിടെ ഉണ്ടടാ, പുറകിൽ വാ എന്നും പറഞ്ഞു. ചെന്നപ്പോൾ ഉമ്മ ഷീറ്റ് എടുത്ത് കെട്ടാൻ നിൽക്കുകയായിരുന്നു. പടച്ചോനെ, പെട്ടെന്ന് ഇങ്ങനെ മഴ വന്നത് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പരിഭവം പറഞ്ഞു. അത് സാരമില്ല ഉമ്മ, ഞാൻ കിട്ടിക്കോളാമെന്ന് പറഞ്ഞു. അത് കേട്ട് ആരെ കിട്ടുന്ന കാര്യമാണ് നീ പറഞ്ഞത്? നിങ്ങളെ വേണമെങ്കിൽ കിട്ടിക്കോളാമെന്ന് തമാശ പറഞ്ഞു. ഞാൻ ഡാ എന്ന് പറഞ്ഞ് പുറകിലൊരു കുത്തു തന്നു. അങ്ങനെ ഷീറ്റ് പിടിച്ച് കെട്ടുന്ന സമയം ഉമ്മയുടെ ശരീരത്തിൽ അറിയാതൊക്കെ എൻ്റെ കൈകൾ കൊള്ളുന്നുണ്ടായിരുന്നു. ഉമ്മ ആ എന്ന് ശബ്ദമുണ്ടാക്കി. എന്തമ്മ പറ്റി? എടാ എൻ്റെ പുറത്ത് എന്തോ കുത്തി, നല്ല വേദന. ഞാൻ ടോർച്ച് വെളിച്ചം കൊണ്ട് പുറത്തടിച്ച് നോക്കിയിട്ട് ഉമ്മ ഇവിടെ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ഉമ്മ പിന്നെയും വേദന കൊണ്ട് പൊളഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മ മാക്സിക്കകത്ത് എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും. ഇതിനിടയിൽ മഴ ശക്തിയായി പെയ്തു. ഞങ്ങൾ നന്നായി നനഞ്ഞു. വേഗം ഉമ്മ അടുക്കളയിൽ കയറിപ്പോയി. പുറകിലായി ഞാൻ. ഉമ്മ പെട്ടെന്ന് അതെല്ലാം അഴിച്ച് എന്നോട് പുറത്ത് എന്താ കടിച്ചിട്ടുള്ളതെന്ന് നോക്കാൻ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഉമ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എടാ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സുബോധം വന്നത്. പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. അങ്ങനെ അത് നോക്കാൻ വേണ്ടി പുറകിൽ നിന്ന് ഒരു മെഴുകുതിരി കത്തിച്ചു. ഓ, അത് കണ്ടതും എന്ന് ഞാൻ മൂളി. പതുക്കെ പുറത്ത് കൈവച്ച് എന്നിട്ട് പരിശോധന തുടങ്ങി. ഉമ്മ ഇവിടെ ഒന്നും കാണുന്നില്ല, ചിലപ്പോൾ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞു, അഴിച്ചു നോക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അഴിച്ചോ എന്ന് ഉമ്മയും. നോക്കിയപ്പോൾ അത് ചുവന്ന് കൊടുത്ത് ഒരു പാട് കണ്ടു. ഞാൻ വിരൽ തൊട്ട് നോക്കി, അവിടെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. അപ്പോൾ ആ എന്ന് ഉമ്മ ശബ്ദമുണ്ടാക്കി. ഇവിടെ ഒരു ചുവന്ന പാടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് മഞ്ഞ പുരട്ടിയാൽ മതിയെന്നും അവർ പറഞ്ഞു. അങ്ങനെ പറമ്പിൽ ആ മഴയത്ത് പോയി ഒരു കഷ്ണം പറിച്ചു കൊണ്ടുവന്ന് ഞാൻ ഉമ്മയെ കണ്ടു.
മഴയായതുകൊണ്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു. വാതിലുകൾ പടപടയെന്ന് അടിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം അകത്ത് കയറി വാതിലെല്ലാം അടച്ചിട്ടു. ഉമ്മ കളിച്ച സാധനം ഇതുവരെ കണ്ടിട്ടില്ല, ഇനി താഴെ ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ താഴെ പിടിച്ചു നോക്കി. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് ഉമ്മ എതിർപ്പ് കാണിച്ചില്ല. അപ്പോൾ ഉമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കടിച്ച സാധനം താഴെയെല്ലാം തിരിയാൻ തുടങ്ങി. എന്നിട്ട് എഴുന്നേറ്റ് ചെവിയിൽ പതുക്കെ പറഞ്ഞു, മഞ്ഞൾ പുരട്ടിയിട്ട് പരിശോധിക്കാം. എന്നൊരു മുകളിൽ വന്നു. ഉമ്മ ഇനി മുന്നിൽ കൂടി നോക്കട്ടെ. വേറെ ശബ്ദത്തിൽ സുബൈദ ആ എന്ന് മൂളി. തിരിഞ്ഞു നിന്ന സുബൈദയെ കണ്ട് എൻ്റെ ഹൃദയമെടുപ്പ് കൂടി. അങ്ങനെ ഞാൻ അവിടെ മാകം തിരഞ്ഞു നോക്കി. അങ്ങനെ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ പെട്ടെന്ന് എന്ന് മോളി ദീർഘശ്വാസം എടുത്തു. ആ നശിച്ച പണി ഉമ്മയുടെ എവിടെയും കടിച്ചു. ഉമ്മ ഇത് കേട്ട് ഉമ്മ പൊട്ടിച്ചിരിച്ചു. എടാ, അത് ആദ്യമേ ഉള്ളതാണെന്നും മുതിർന്ന അവർക്കതൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അമ്മയോട് അങ്ങനെയാണോ എന്ന് ഞാൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ഉമ്മയ്ക്കാണെങ്കിൽ വേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ആ പ്രാണി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നെയും തിരയാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. നല്ല മഴയായതുകൊണ്ട് ഒപ്പം നല്ല ഇടിവെട്ടി. പെട്ടെന്ന് അവർ പേടിച്ച് എനിക്ക് ചേർന്ന് നിന്നു. ഉമ്മയ്ക്ക് നല്ലപോലെ കടച്ചിലുണ്ടായിരുന്നു. ഉമ്മ പേടിക്കണ്ട, ഞാനതെല്ലാം ശരിയാക്കി തരാം. ഈ മഞ്ഞൾ തേച്ച് നല്ലപോലെ തടവി കഴിഞ്ഞാൽ അതെല്ലാം മാറും. ഞാനത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്താ ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, എൻ്റെ ഭർത്താവ് പോലും എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല മോനെ എന്ന്. അങ്ങനെ ഉമ്മയ്ക്ക് വേദന മാറാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് ചെയ്തു കൊടുത്തു. നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനേ കഴിഞ്ഞില്ല. അങ്ങനെ ആ മരുന്ന് പ്രയോഗത്തിൽ ഉമ്മയ്ക്ക് നല്ലപോലെ ആശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കിടന്ന് ഉമ്മ ഉറങ്ങി. പിന്നെ പുലർച്ചെപ്പോഴാണ് കണ്ണ് തുറന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പിരിഞ്ഞു. സത്യം പറഞ്ഞാൽ ഉമ്മ വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പോയത്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ വലിയ കമ്പനിയായി. എന്തും ഞങ്ങൾ പരസ്പരം തുറന്നു പറയാനും സന്തോഷിക്കാനും എല്ലാം തുടങ്ങി. ഒരു 50-കാരിയായ സ്ത്രീ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഒരു മുതിർന്ന പൗരനെ പോലെ ഞാൻ അവരെ ചേർത്ത് നിർത്തി. പിന്നീട് ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷക്കുറവും ഉണ്ടായിട്ടില്ല. ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയത് എന്നിൽ നിന്നായിരുന്നു. അതുകൊണ്ട് അവർ എന്നോട് എപ്പോഴും നന്ദിയുള്ളവരായിരുന്നു. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും എന്തൊക്കെ വേണമെന്നും അവരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ നല്ലൊരു ജോലി കിട്ടി എനിക്ക് നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നെങ്കിലും അവരെ ഞാൻ ഒരിക്കലും മറന്നിരുന്നില്ല. ഞാനിപ്പോൾ നല്ല വിവാഹം ചെയ്ത് നല്ലൊരു ഭർത്താവായി ജീവിക്കുന്നു. അതിന് ഏറ്റവും നല്ല കാരണം എൻ്റെ ആ ഉമ്മയാണ്. ജീവിതത്തിൽ ഞാൻ ഏറെ സ്നേഹിച്ച ആ ഉമ്മ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ നിന്നുള്ള കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.